ഇപ്പോൾ ഇറാന് പഴയ വീര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് മിസൈലുകളും ഡ്രോണുകളും ചുറ്റോട് ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് വിക്ഷേപിക്കുന്നില്ല. എന്തായിരിക്കും ഇതിന് കാരണമെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി തലമുണ്ടാക്കി പലരും ചിന്തിച്ചു തുടങ്ങി. അമേരിക്കയല്ല എന്ന് വ്യക്തം. കാരണം അമേരിക്കയോട് വീറോട് നിൽക്കുന്ന ഒരു രീതിയാണ് ഇറാന് എന്നും ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഇതാ വരുന്നു രണ്ട് വാർത്തകൾ. ആദ്യം വന്നത് UAE ഇറാനിൽ ആക്രമണം നടത്തിയെന്നുള്ള വാർത്തയാണ്. അതിന് തൊട്ടു പിന്നാലെ സൗദിയും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയെന്നുള്ള വാർത്തകൾ വന്നു. രണ്ട് വാർത്തകൾക്കും സ്ഥിരീകരണം വന്നു. ഇതാണ് ഇറാനെ ഇപ്പോൾ പിന്നോട്ടടിപ്പിക്കുന്നത്. വീണ്ടും സുന്നി ഷിയ സംഘർഷം പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടുന്നു എന്നൊരു ചിന്ത ഏവരിലേക്കും ഉയർന്നു വരുന്നു. ഇതിനിടയിൽ ഈ അറബ് നാറ്റോ വിപുലപ്പെടുത്താനുള്ള നീക്കവുമായി പാകിസ്ഥാൻ മുൻപോട്ട് പോവുകയാണ്. സൗദി അറേബ്യയും ഖത്തറും പാകിസ്ഥാനും ഒപ്പം തന്നെ തുർക്കിയും അടങ്ങുന്ന ഒരു സഖ്യമാണ്. അതോടുകൂടി ഈ സുന്നി ഷിയ തർക്കത്തിന് മറ്റൊരു ഭാവം രൂപപ്പെടുകയാണ്. ഏതായാലും പണ്ട് മുതലേ നിലനിന്നിരുന്ന ഈ തർക്കം ഇപ്പോൾ പുതിയ രൂപത്തിൽ പുതിയ യുദ്ധത്തിന്റെ ഒരു രീതിയിലേക്ക് മാറുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, തുർക്കി ഈ അറബ് നാറ്റോയിൽ ചേരുമ്പോൾ ഒറിജിനൽ നാറ്റോയിലെ അംഗമാണ് തുർക്കി എന്നത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാട് എന്തായിരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അതിനിടയിൽ ട്രംപിന് ഇപ്പോൾ ഇറാനോട് ഇല്ലെങ്കിൽ ഇറാൻ യുദ്ധത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം ബിസിനസ്സിന് വേണ്ടിയിട്ട് യാത്ര തുടങ്ങിയിരിക്കുന്നു. ചൈനയിലാണ് അദ്ദേഹം ആദ്യം എത്തിയത്. അവിടെയും അദ്ദേഹത്തിന് വലിയ സ്വീകരണമൊന്നും ലഭിച്ചില്ല. ഒരു തണുപ്പൻ സ്വീകരണമായിരുന്നു. ഷീ ജിൻപിങ് വിമാനത്താവളത്തിൽ എത്തിയില്ല എന്ന് മാത്രമല്ല, ട്രംപിനോട് പറഞ്ഞ കാര്യം തായ്വാൻ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിച്ചിടപെടണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നാണ്. അതായത് ചൈന നൽകിയത് ഒരു മുന്നറിയിപ്പാണ്. അതായത് ട്രംപിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾക്കൊന്നും ചൈന സന്ദർശനത്തിൽ കാര്യമില്ല എന്നർത്ഥം. കാരണം ചൈനയിലെത്തി വലിയ ഒരു ട്രേഡിംഗ് കരാർ ഒപ്പിട്ട് ഇപ്പോഴുള്ള ഇമേജ് ഒന്ന് മാറ്റിയെടുക്കാമെന്ന് കരുതിയാണ് ട്രംപ് ചൈനയ്ക്ക് വെച്ചുപിടിച്ചത്. പക്ഷേ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണ് കാണാൻ കഴിയുന്നത്. അവിടുന്ന് ആശാവഹമായിട്ടുള്ളതൊന്നും പുറത്തു വരുന്നില്ല. പിന്നെ ട്രംപ് ആയതുകൊണ്ട് തള്ളാൻ യാതൊരു മടിയുമില്ല. അതുകൊണ്ട് പലതും തള്ളിമറിക്കും. കാര്യങ്ങൾ അതിനും വളരെ അകലെ ആയിരിക്കുമെന്ന് മാത്രം. അതിനിടയിൽ ഇന്ത്യയുമായി വ്യാപാര കരാർ ഒപ്പിടുന്നതിന്റെ ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നു. ഏതായാലും ചൈനയിൽ ചർച്ച പൊളിഞ്ഞാൽ പിന്നെ ലക്ഷ്യം ഇന്ത്യയായിരിക്കും. ട്രംപിനെ സംബന്ധിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അമേരിക്കയിൽ. അതിനു മുൻപ് തന്റെ ഇമേജ് നേരെയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തിൽ പൊളിഞ്ഞെടുങ്ങി ഇമേജ് പോയിട്ട് സ്വന്തം നിലനിൽപ്പ് തന്നെ ഭീഷണിയായി മാറുന്ന ഘട്ടത്തിലേക്കാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇറാനെ സംബന്ധിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ഒരു രാജ്യമാണ്. അവർക്ക് ഇനിയും പോരാടി നിൽക്കാൻ കഴിയും. അവർക്ക് പിന്നീട് റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ സഹായവുമായി മുൻപോട്ടെത്തുന്നു. കാരണം അവർക്കൊക്കെ ഒരു കുത്തിക്കലക്ക് ആവശ്യമാണ്. ഏതായാലും യുദ്ധം ഒരു വഴിക്ക് നടക്കുമ്പോൾ ആ യുദ്ധം കണ്ട് ആനന്ദിച്ചിരുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് ഇടുത്തിയായിക്കൊണ്ട് ഒരു വാർത്ത വന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് പറഞ്ഞു, മുണ്ട് മുറുക്കി കൊടുക്കേണ്ട സമയമായിരിക്കുന്നു, യുദ്ധം നമ്മുടെ പടിവാതിലിൽ എത്തിയിരിക്കുന്നു, ഇനി എണ്ണയും മറ്റും ആവശ്യമില്ലാതെ ചെലവാക്കി കളയരുത്, ഒപ്പം തന്നെ സ്വർണവും മറ്റും വാങ്ങി നമ്മുടെ മൂലധനം നശിപ്പിച്ച് കളയരുത് എന്ന ഒരു ആഹ്വാനം നൽകേണ്ടി വന്നിരിക്കുന്നു. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് യുദ്ധം എന്ന് തുടങ്ങും എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഇരുന്നവർ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആര് ജയിച്ചു ഇല്ലെങ്കിൽ ആരാണ് കൂടുതൽ മിസൈൽ വിട്ടത് എന്ന് അർമാദിച്ചിരുന്നവർ ഓരോരുത്തർ മരിച്ചു വീഴുമ്പോൾ അതിൽ ഉന്മാദം കണ്ടവർ ഇന്ന് അവരാരും മിണ്ടുന്നില്ല. അതിൽ ഏറെ പരിതാപകരവും രസകരവുമായ കാര്യം സുഡാപ്പികളുടെ കാര്യമാണ്. ഇറാൻ പിന്തുണയുമായി നിറഞ്ഞാടിയിരുന്ന സുഡാപ്പികളെ ഇന്ന് ഇറാന്റെ പേര് പോലും പറയാതെ ഉൾവലിഞ്ഞിരിക്കുന്നു. അതിന് പ്രധാന കാരണം സൗദിയും UAEയും ഇറാനിൽ നടത്തിയ ആക്രമണം തന്നെയാണ്. ഒരു ഭാഗത്ത് തങ്ങളുടെ സ്വന്തം ആളുകൾ ഈ ആക്രമണത്തിൽ മുതിരുമ്പോൾ ഇറാനെ പിന്തുണച്ചിട്ട് കാര്യമില്ല എന്നവർക്കറിയാം. കേരളത്തിലാവട്ടെ ഷിയകൾക്ക് വലിയ പ്രാതിനിധ്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരത്തരം പോസ്റ്റുകളിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അവരായി അവരുടെ പാടായി. ഇനി കൂടുതൽ അത് ചർച്ചകളിലേക്ക് വലിച്ചഴിച്ച് നമ്മൾ എന്തിനു നാറണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ സുഡാപ്പി ലൈനിലുള്ള മാധ്യമങ്ങളും സുഡാപ്പികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും യുദ്ധം വരുത്തി വെച്ചത് ലോകത്തിന് മുഴുവൻ, അതായത് ജർമ്മനിക്കും ഫ്രാൻസിനും പാകിസ്ഥാനും മ്യാൻമാറിനും അടക്കം വലിയ പ്രതിസന്ധി തന്നെയാണ് നിലവിൽ. നാളെ ആ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തേക്കും കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഈ രാജ്യം നടത്തുമ്പോൾ ആ രാജ്യത്തിന് ഒപ്പം നാം നിലകൊണ്ടേ മതിയാകും. നമ്മുടേത് ഒരു ചെറിയ രാജ്യമല്ല. ഫ്രാൻസും ജർമ്മനിയും മ്യാൻമാറും പോലെ പാകിസ്ഥാൻ പോലെ ഒരു ചെറിയ രാജ്യമല്ല. 140 കോടി ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ജനസംഖ്യയുള്ള രാജ്യം. അതുകൊണ്ട് തന്നെ കരുതലെടുക്കേണ്ടത് നമ്മളാണ്. മുണ്ട് മുറുക്കി എടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ജാഗ്രത മാത്രമല്ല, അതിനനുസരിച്ച് കാര്യങ്ങൾ കൂടി മുൻപോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നേരിടാൻ പോകുന്നത് വലിയ ഭവിഷ്യത്ത് തന്നെയായിരിക്കും. കാരണം പെട്രോൾ ഡീസൽ പ്രതിസന്ധി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ എണ്ണ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിരുന്നു. ഹോർമുസിന്റെ കാര്യങ്ങൾ അറിയില്ല, ഇനി എന്ന് തുറക്കുമെന്നറിയില്ല. തുറന്നാലും 1 വർഷമെങ്കിലും എടുക്കും പഴയതുപോലെ സ്മൂത്തായി കാര്യങ്ങൾ നടക്കാൻ എന്നാണ്
അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നും കൊണ്ടിരുന്ന ക്രൂഡ് ഓയിൽ വലിയ വിലയ്ക്ക് തന്നെ നമുക്ക് കൊടുക്കേണ്ടതായി വരും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും. അതിനേക്കാൾ നല്ലത് ഇപ്പോഴുള്ള എണ്ണ ഉപയോഗം വളരെയധികം കുറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കാർ പൂളിംഗ് സംവിധാനത്തിലേക്കൊക്കെ പോകണമെന്നും പൊതുഗതാഗതം ഉപയോഗിക്കണമെന്നുമൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹം അത് പറയുക മാത്രമായിരുന്നില്ല, പകരം അദ്ദേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയായിരുന്നു. ഇന്നലെ രസകരമായ ഒരു കാഴ്ച കൂടി കണ്ടു. നമ്മുടെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ച. അദ്ദേഹം കാറുകൾ ഉപേക്ഷിച്ചു പൊതുഗതാഗതത്തിന്റെ ഭാഗമായ ബസ്സുകളിലാണ് അദ്ദേഹം മീറ്റിങ്ങിനായി പോയത്. വലിയ സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകിയത്. BJPയും NDAയും ഭരിക്കുന്ന സർക്കാരുകളെല്ലാം അത്തരത്തിൽ തന്നെ ചെലവ് ചുരുക്കലിലേക്ക് നീങ്ങിയിരിക്കുന്നു. കേരളം പോലെ അല്ല കേട്ടോ. കേരളത്തിൽ ചെലവ് ചുരുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന്റെ അടുത്ത ദിവസമാണ് കൂടുതൽ കാറുകൾ വാങ്ങി ആഡംബരം കൂട്ടിയത്. മോദിയാകട്ടെ ഉള്ള കാറുകൾ വെട്ടിച്ചുരുക്കി. അവരുടെ മുഖ്യമന്ത്രിമാരും കാറുകളുടെ എണ്ണം കുറച്ചു, റാലികൾ മാറ്റിവെച്ചു, മറ്റ് വാഹനവും ഇല്ലെങ്കിൽ എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്ന പരിപാടികളെല്ലാം റദ്ദു ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ പോകുന്നു. ഗൾഫ് യുദ്ധം ഞങ്ങൾ വിട്ടിട്ടില്ല. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഗൾഫ് യുദ്ധം മറന്നോ, ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകളൊന്നും ഇല്ലേ എന്ന്. ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ ഇങ്ങനെയാണ്. ഏതായാലും ഇറാൻ ഇപ്പോൾ ഒന്ന് തണുത്തിരിക്കുകയാണ്. ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനമുണ്ടായെങ്കിൽ മാത്രമായിരിക്കും ഇറാൻ അവർക്ക് നേരെ ആയിരിക്കും ഒരുപക്ഷെ പ്രതികരിക്കുക. ചുറ്റോട് കിടക്കുന്ന രാജ്യങ്ങൾ പ്രതികരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അവരും പ്രതികരിച്ചു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും തുരിതര പായിക്കുമ്പോൾ അവരാരും അനങ്ങിയിരുന്നില്ല. ഇപ്പോൾ അവർ അമേരിക്കയെ നമ്പാൻ തയ്യാറാകുന്നില്ല. പകരം അവർ തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ലോകത്ത് വീണ്ടും സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായത് മാറും. ഇറാന് ഇപ്പോഴുള്ള പിന്തുണ പോലും സുഡാപ്പികളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ തന്നെ ലഭിക്കുന്നില്ല. ഇനി മുൻപോട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്. ഏതായാലും ഇങ്ങനെ പോകുന്നു ലോകത്തിന്റെ കാര്യം. ഏതായാലും ഈ സൗദി അറേബ്യയുടെയും UAEയുടെയും വിമാനങ്ങൾ ഇറാന്റെ ഭൂമിക്ക് മുകളിലൂടെ പറന്നു നടന്നപ്പോൾ യുദ്ധം ഏതാണ്ട് തണുത്തു തുടങ്ങിയിരിക്കുന്നു. ഇനി വേണ്ടത് സമവായമാണ്. എത്തുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. ട്രംപിന് ഇപ്പോൾ പഴയ ശുഷ്കാന്തിയോ ഇൻട്രസ്റ്റോ ഇറാൻ യുദ്ധത്തിലുമില്ല. ഏതായാലും ട്രംപിന്റെ വഴി നോക്കി ബിസിനസ്സുമായി മുൻപോട്ട് പോകുന്നു. ഇറാൻ ആകട്ടെ ഇനി എന്തെന്നുള്ള ചോദ്യവുമായി മുൻപോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ കേട്ട വാർത്തയാണ് രസകരം. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ട യുറേനിയം വേണമെന്നായിരുന്നു ട്രംപ് ഇക്കാലം അത്രയും പറഞ്ഞത്. ഇപ്പോൾ ഇറാൻ പറയുന്നു, നിങ്ങൾ നശിപ്പിച്ച ഞങ്ങളുടെ ആണവ നിലയത്തിന്റെ അടിയിലായിരുന്നു ഈ സമ്പുഷ്ട യുറേനിയം എല്ലാം. ഇനി ഞങ്ങളതെങ്ങനെ തിരിച്ചെടുത്ത് നിങ്ങൾക്ക് തരും? അതെല്ലാം നശിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. അത് ഇറാന്റെ അടവാണോ അതോ ട്രംപ് ചെയ്ത കാര്യമാണോ എന്നറിയില്ല. ഏതായാലും സമ്പുഷ്ട യുറേനിയം എന്നുള്ളതിന് ഇപ്പോൾ താൽക്കാലികമായ ഒരു സ്റ്റോപ്പ്. ഇനി അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. അത് സൂക്ഷിച്ചിരുന്നവർ പറയുന്നു അത് മുഴുവൻ അമേരിക്ക നശിപ്പിച്ചു കളഞ്ഞു എന്ന്. ഇനി അമേരിക്ക പറയുന്നു അത് ഇവരുടെ പക്കലുണ്ടെന്ന്. ഇനി ഏതായാലും യുദ്ധം ഇപ്പോൾ തൽക്കാലം വിരാമമാണ്. ഭാവിയിൽ ഇല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്യാനുള്ള വകുപ്പ് അതിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഈ യുറേനിയം തന്നെയാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ യുദ്ധം ഇപ്പോൾ അവസാനിച്ചാലും പിന്നീട് എപ്പോൾ വേണമെങ്കിലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും പറയാം ഇറാന്റെ പക്കൽ ഈ സമ്പുഷ്ട യുറേനിയം ഉണ്ടെന്നും ഇറാൻ ഏത് നിമിഷം ആണവായുധം നിർമ്മിച്ചേക്കാമെന്നും. ഇത് തന്നെയാണ് ന്യൂസിന്റെ മലയാളത്തിലെ പോയിന്റ്. നന്ദി, നമസ്കാരം.